മലയാളത്തിന്റെ പ്രിയ സാഹിത്യകാരൻ എം.ടി. വാസുദേവൻ നായരുടെ ഭൗതിക ശരീരം വൈകിട്ട് 5-ന് മാവൂർ റോഡ് ശ്മശാനത്തിൽ സംസ്കരിക്കും. എം.ടിയുടെ ആഗ്രഹപ്രകാരം പൊതുദർശനം ഒഴിവാക്കിയിട്ടുണ്ട്. രാത്രി 1 മണിയോടെ മൃതദേഹം നടക്കാവ് കൊട്ടാരം റോഡിലെ വീടായ സിതാരയിൽ എത്തിച്ചു. എം.ടിയോടുള്ള ആദരസൂചകമായി ഇന്നും നാളെയും സംസ്ഥാന സർക്കാർ ഔദ്യോഗിക ദുഃഖാചരണം പ്രഖ്യാപിച്ചു. എം.ടിയുടെ വിയോഗ വാർത്ത അറിഞ്ഞ് നിരവധി പേർ ആശുപത്രി പരിസരത്തും എത്തിയിരുന്നു. നടൻ മോഹൻലാൽ വീട്ടിലെത്തി എം.ടിക്ക് അന്തിമോപചാരം അർപ്പിച്ചു. സംവിധായകൻ ടി.കെ. രാജീവ് കുമാറിനൊപ്പമാണ് അദ്ദേഹം സിതാരയിലെത്തിയത്. ഒരുപാട് വർഷത്തെ ബന്ധമുണ്ടെന്നും നല്ല സ്നേഹമായിരുന്നുവെന്നും മോഹൻലാൽ മാധ്യമങ്ങളോട് പറഞ്ഞു. സിനിമാ ജീവിതത്തിലെ ഏറ്റവും നല്ല കഥാപാത്രങ്ങൾ തന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ തൂലികയിലൂടെ സൃഷ്ടിക്കപ്പെട്ട ഒരുപാട് കഥാപാത്രങ്ങൾ അഭിനയിക്കാൻ സാധിച്ച ഒരാളാണ് താനെന്ന് മോഹൻലാൽ പറഞ്ഞു. എം.ടി. വാസുദേവൻ നായർക്ക് അന്തിമോപചാരം അർപ്പിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ കൊട്ടാരം റോഡിലെ സിതാരയിലെത്തി. രാവിലെ 10:40 അദ്ദേഹം എത്തിയത്. മന്ത്രിമാരായിട്ടുള്ള മുഹമ്മദ് റിയാസ്, എ.കെ. ശശീന്ദ്രൻ എന്നിവരും അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്നു. എം.ടിയുടെ വിയോഗത്തിൽ വൈകാരിക കുറിപ്പുമായിട്ട് മമ്മൂട്ടിയും രംഗത്ത് വന്നു. സിനിമാ ജീവിതം കൊണ്ട് തനിക്ക് ലഭിച്ച ഏറ്റവും വലിയ ഭാഗ്യമായിരുന്നു എം.ടി എന്നും അദ്ദേഹത്തിന്റെ ആത്മാംശമുള്ള നിരവധി കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുണ്ട് എന്നും മമ്മൂട്ടി ഫേസ്ബുക്കിൽ കുറിച്ചു. 4-5 മാസം മുമ്പ് എറണാകുളത്ത് ഒരു പരിപാടിക്കിടെ കാലിടറിയ അദ്ദേഹത്തെ പിടിക്കാനാകാതെ തന്റെ നെഞ്ചിൽ ചാഞ്ഞു നിന്നപ്പോൾ ആ മനുഷ്യന്റെ മകനാണ് താനെന്ന് തോന്നി. ആ ഹൃദയത്തിൽ ഒരിടം കിട്ടിയതാണ് സിനിമാ ജീവിതം കൊണ്ട് തനിക്ക് ലഭിച്ച ഏറ്റവും വലിയ ഭാഗ്യം. ഒരു യുഗപ്പൊലിമ മങ്ങി മാറുകയാണ്, മനസ്സ് ശൂന്യമാവുന്ന പോലെ തോന്നുന്നുവെന്നും മമ്മൂട്ടി കുറിച്ചു. എം.ടി. വാസുദേവൻ നായരുടെ വിയോഗത്തിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അനുശോചനം രേഖപ്പെടുത്തി. മലയാള സാഹിത്യത്തെയും സിനിമയും പത്രപ്രവർത്തനത്തെയും ഒരേപോലെ സമ്പന്നമാക്കിയ ബഹുമുഖ പ്രതിഭയായിരുന്നു അദ്ദേഹമെന്ന് ഗവർണർ പറഞ്ഞു. കോഴിക്കോട്ടെ ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ കഴിഞ്ഞ ദിവസം രാത്രി 10 മണിയോടെയായിരുന്നു അന്ത്യം. ഈ മാസം 15-നാണ് അദ്ദേഹത്തെ ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അസുഖത്തെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത്. ഇതിനിടയിൽ ഹൃദയാഘാതമുണ്ടായി. കഴിഞ്ഞ 4 ദിവസം ആരോഗ്യനിലയിൽ കാര്യമായ മാറ്റമുണ്ടായിരുന്നില്ല. ഇന്ത്യയിലെ പരമോന്നത സാഹിത്യ പുരസ്കാരമായിട്ടുള്ള ജ്ഞാനപീഠം മുതൽ രാഷ്ട്രീയത്തിന്റെ ആദരവായിട്ടുള്ള പത്മഭൂഷൺ വരെ എം.ടിയെ തേടിയെത്തിയിരുന്നു. മാതൃഭൂമി പ്രസിദ്ധീകരണങ്ങളുടെ പത്രാധിപർ, കേരള സാഹിത്യ അക്കാദമിയുടെ അധ്യക്ഷൻ, കേരള സാഹിത്യ അക്കാദമിയുടെ വിശിഷ്ടാംഗം, തുഞ്ചൻ സ്മാരക ട്രസ്റ്റിന്റെ അധ്യക്ഷൻ തുടങ്ങിയ നിലയിൽ അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്.